ഇന്ന് നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ആണ്. അതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഒരു ക്ലാസ് തന്നെയാണ് ഇന്നും. അപ്പൊ അതിലൊരാൾ ചോദിച്ച ചോദ്യത്തിനുള്ള ഒരു മറുപടി ആണ് കേട്ടോ ഇന്നത്തെ ക്ലാസ്. അപ്പൊ അത് പലർക്കും തോന്നിയിട്ടുണ്ടാവും. അപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ട് ക്ലാസ് തരികയാണ്, കേൾക്കുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ക്യാൻ ഉപയോഗിക്കുന്നത് പോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നെന്താണ്? ബി ഏബിൾ ടു ഉപയോഗിക്കാമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. ക്യാൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ചെയ്യാൻ കഴിയുമെന്ന് പറയാനാണ്. ബി ഏബിൾ ടു ആ ഒരു അർത്ഥത്തിൽ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ബി ഏബിൾ ടു ഉപയോഗിക്കുമ്പോൾ ഈ ബിയുടെ ഫോംസിനെ അറിയണം, അതിനുശേഷം അത് കൊടുത്തിട്ട് വേണം നമ്മൾ സംസാരിക്കാൻ എന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നിങ്ങൾ കേട്ടിട്ടില്ല എങ്കിൽ നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ റീസെന്റ് ആയിട്ട് എടുത്ത ക്ലാസ്സിൽ ഉണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഞാനിവിടെ സെന്റൻസ് എഴുതിയിട്ടുണ്ട്. അവൾക്ക് പാടാൻ കഴിയും. കഴിയുമെന്നാണ്. കഴിയുമെന്നും അവൾക്ക് പാടാൻ പറ്റുമെന്നും ഒക്കെ നമുക്ക് പറയാം. ആ കഴിവ്, എനിക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടെന്ന്, അപ്പൊ എനിക്ക് പാടാൻ പറ്റും, അല്ലെങ്കിൽ അവൾക്ക് പാടാൻ പറ്റും, അവൾക്ക് പാടാൻ കഴിയും, ഇത് രണ്ടും നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ അവൾക്ക് പാടാൻ കഴിയും എന്ന് പറയണമെങ്കിൽ നമുക്ക് എന്ത് വേണം ആദ്യം എഴുതേണ്ടത്? അവൾക്ക് എന്ന് പറയാൻ ഷീ വേണം. കഴിയും, ക്യാൻ, സിങ്. ഷീ ക്യാൻ സിങ്. അവൾക്ക് പാടാൻ കഴിയും. ഷീ ക്യാൻ സിങ്. അല്ലെങ്കിൽ അവള് പാടാൻ കഴിവുള്ള ആളാണ്. ഷീ ക്യാൻ സിങ്. അവൾക്ക് പാടാൻ കഴിയും. ഈ ഇവിടെ നമ്മൾ പറഞ്ഞു ക്യാൻ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ക്യാൻ ഇനി നമ്മൾ മാറ്റി ഏബിൾ ടു, ബി ഏബിൾ ടു ഉപയോഗിച്ചാണ് നമുക്ക് സംസാരിക്കേണ്ടത്. നമുക്ക് എങ്ങനെയാണ് പറയേണ്ടത്? എങ്ങനെ നമ്മൾ പറയണം? ഷീ ബി ഏബിൾ ടു. അപ്പൊ ബിയുടെ ഷീക്ക് ചേർക്കാൻ പറ്റുന്ന ഫോം ഈസ് ആണ്. ഷീ ഈസ് ഏബിൾ ടു സിങ്. ഷീ ഈസ് ഏബിൾ ടു സിങ്. ഇത് രണ്ടും എന്താണ്? സെയിം ആണ് അല്ലെ? ഇത് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ എന്താണ് നമ്മൾ ഉപയോഗിച്ചത്? ഷീ ക്യാൻ എന്നുള്ളത് പ്രസന്റ് ടെൻസ് ആണ്. ഷീ ഈസ് എന്നുള്ളതും എന്താണ്? പ്രസന്റിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെ. ക്യാൻ എന്ന് പറയുന്ന പ്രസന്റ് ടെൻസിലാണ്. അപ്പൊ ബി ഏബിൾ ടുവിന്റെ പ്രസന്റ് ഫോം എങ്ങനെ വരണം? ഈസ്, ആം. നിങ്ങൾ ബുക്ക് എടുത്തിട്ട് എഴുതി വെക്കൂ കേട്ടോ. ആർ പ്ലസ് ഏബിൾ ടു. ബി വേണ്ട, കാരണം ബിയുടെ ഫോം ആണ് നാം ഇതൊക്കെ എഴുതിയേക്കുന്നത്. എന്താണ്? ഈസ്, ആർ പ്ലസ് ഏബിൾ ടു ഈസ് ഈക്വൽ ടു ക്യാൻ. ക്യാനിന് നമുക്ക് ഉപയോഗിക്കാം. ഈ ഒരു ഫോം നിങ്ങൾ എഴുതി വെക്കും. ഇത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി ഈ ഷീ മാറ്റി ഇവിടെ നമ്മൾ ദേ ആണെങ്കിലോ, ദേ ക്യാൻ സിങ് എന്നാണ്. അപ്പൊ നമ്മൾ ഏബിൾ ടു ഉപയോഗിച്ച്, ബി ഏബിൾ ടു ഉപയോഗിച്ച് പറയണമെങ്കിൽ എങ്ങനെ പറയാം? ദേ ആർ ഏബിൾ ടു സിങ്. ഇത് നമ്മൾ പഠിച്ചതാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ് പഠിക്കാം. അടുത്തത്, അവൾക്ക് പാടാൻ കഴിയുമായിരുന്നു അല്ലെ. അവൾക്ക് ഇപ്പൊ സൗണ്ടിന് എന്തോ പ്രശ്നമാണ്. അവൾ നേരത്തെയൊക്കെ നന്നായിട്ട് പാടാൻ കഴിയുമായിരുന്നു. കഴിയുമായിരുന്നു എന്ന് പറയാൻ നമുക്ക് എന്ത് വേണം? കഴിയുമായിരുന്നു എന്ന് പറയാൻ നമുക്ക് could വേണം. അപ്പോ അവൾക്ക് she could സിങ്. അവൾ നന്നായി പാടുമായിരുന്നു, അല്ലെങ്കിൽ അവൾക്ക് പാടാൻ കഴിയുമായിരുന്നു. ഷീ കോഡ് സിങ് എന്നായി. ഇത് നമുക്കറിയാം അല്ലെ. കുട്ട് എന്ന് പറയുന്നത് എന്തെങ്കിലും നമ്മൾ പാസ്റ്റ് ടെൻസിൽ കുറെ നമ്മൾ ശീലമായിരുന്നു, അത് കഴിഞ്ഞ കാലത്തെ ശീലമായിരുന്നു. ഷീ കുഡ് സിങ്. അവൾ നന്നായി പാടുമായിരുന്നു, അല്ലെങ്കിൽ അവൾക്ക് പാടാൻ കഴിയുമായിരുന്നു. ഷീ കുഡ് സിങ് എന്നാണ് പാസ്റ്റ് ടെൻസ്. ക്യാനിന്റെ പാസ്റ്റ് കുഡ്. അപ്പൊ ഇത് നമ്മൾ ഇനി ബി ഏബിൾ ടു ഉപയോഗിച്ച് പറയണമെങ്കിൽ ഇനി എങ്ങനെ നമുക്ക് പറയാം? കൂട്ടെന്ന് പറയുമ്പോൾ പാസ്റ്റ് ആയി. നമുക്ക് ഇനി എങ്ങനെ പറയാം? കഴിഞ്ഞ ക്ലാസ് പഠിച്ചവർക്കാണെങ്കിൽ എളുപ്പമായി. ഷീയുടെ കൂടെ വാസ് ആണ്. ഷീ വാസ് ഏബിൾ ടു സിങ്. ഷീ വാസ് ഏബിൾ ടു സിങ് എന്നായി. കാരണം ഇത് കുഡ് എന്ന് പറയുന്നത് പാസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് വാസ് ആണ് വേണ്ടത്. അപ്പൊ അതെന്തുകൊണ്ടാണ്? കുഡ് പാസ്റ്റ് ആണ്, ക്യാൻ പ്രസന്റ് ടെൻസ് ആണ്. അപ്പൊ നമ്മൾ ബി ഏബിൾ ടു ഉപയോഗിച്ചപ്പോ ഈസ്, ആം, ആർ പ്ലസ് ഏബിൾ ടു വന്നു. ഇനി കുഡ്
കുഡ് ആണെങ്കിൽ അത് പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഒന്നെങ്കിൽ നമ്മൾ വാസ്, അതർവൈസ് വെയർ പ്ലസ് ഏബിൾ ടു. ഇതെന്തിനോട് ഈക്വൽ ആണ്? ഈക്വൽ ടു കുഡ്. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഒരു സെക്ഷനാണ്. അത് ഞാൻ നിങ്ങളൊന്ന് അടുത്തതിലോട്ട് പോകാൻ ഓർമ്മിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. പ്രസന്റ് ടെൻസ് ആയ ക്യാനിന് ഈക്വൽ ആയിട്ട് നിൽക്കുന്ന ഈസ്, ആം, ആറ് പ്ലസ് ഏബിൾ ടു ഇസ് ഈക്വൽ ടു ക്യാൻ. വാസ്, വെയർ പ്ലസ് ഏബിൾ ടു ഈക്വൽ കുഡ് ആണ്. കുഡ് നമ്മൾ ഉപയോഗിക്കുന്ന പാസ്റ്റ് ടെൻസ് ചെയ്യാൻ കഴിയുമായിരുന്നു. പാസ്റ്റിലെ ഒരു നമ്മൾ ഹബിച്വൽ അക്ഷരം, അന്നൊക്കെ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു എന്ന് പറയാൻ കുഡ് ഉപയോഗിക്കുന്നു. ക്യാൻ എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കുള്ള കഴിവുകൾ പറയാൻ ക്യാൻ ഉപയോഗിക്കുന്നു. ക്യാനിന് പകരം ബി ഏബിൾ ടു ഉപയോഗിക്കാം. കുഡിന് പകരം ബി ഏബിൾ ടു. എൻ്റെ വാസ് വെയർ ആയിട്ട് മാറും. ഇനി കഴിഞ്ഞ ഈ ക്ലാസ് ഇതാണ് ഞാൻ ക്ലാസ് എടുത്തത്. ഇത് കഴിഞ്ഞപ്പോൾ അവർ എന്നോട് കമന്റ് ബോക്സിൽ ചോദിച്ച ഒരു ചോദ്യം ഇതാണ്. ഞാൻ എഴുതിയിട്ടിരിക്കുന്ന സെന്റൻസ് നിങ്ങൾ നോക്കൂ. അവൾക്ക് പാടാൻ കഴിയില്ല. ഒരാൾ നമ്മളോട് കുട്ടിയോട് പാടാൻ നമ്മൾ പറയണ അവൾക്ക് പാടാൻ പറ്റില്ല കേട്ടോ, അവൾക്ക് പാടാൻ കഴിയില്ല കേട്ടോ, അവൾക്ക് ഇപ്പൊ ജലദോഷമാണ് കേട്ടോ, അതുകൊണ്ട് അവൾക്ക് പാടാൻ കഴിയില്ല. ഈ പ്രസന്റിലെ കാര്യമാണ് നമ്മൾ പറയുന്നത്. അപ്പോ അവൾക്ക് പാടാൻ കഴിയില്ല എങ്ങനെയാ നമുക്ക് പറയാൻ കഴിയുക? അതൊന്നും ഇനി ഞാൻ പറയേണ്ട കാര്യമില്ല. ഷീ കഴിയില്ല, കനോട്ട്. ഷീ, ഈ കനോട്ട് നമ്മൾ എന്തായി മാറും? എന്തായി മാറും? കാണ്ട് എന്നായി മാറും. ഷീ കനോട്ട് സിംഗ്. ഷീ കാണ്ട് സിംഗ്. അവൾക്ക് പാടാൻ കഴിയില്ല അല്ലെങ്കിൽ പാടാൻ പറ്റില്ല എന്നായി മാറും. ഇത് നമുക്ക് ഇനി ബി ഏബിൾ ടു ഉപയോഗിച്ചിട്ടാണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതാൻ പറ്റും? എങ്ങനെ എഴുതും നമ്മള്? ഷീ കഴിയില്ല നെഗറ്റീവാണ്. ബിയുടെ ഫോം ഈ ഷീയുടെ കൂടെ ചേരുമ്പോൾ ഷീ ഈസ് ആണ്. ഷീ ഈസ് കഴിയില്ല നെഗറ്റീവ് വേണം. ഷീ ഈസ് നോട്ട് വേണം. ഷീ ഈസ് നോട്ട് ഏബിൾ ടു സിംഗ് എന്ന് പറയാൻ പറ്റും. കാരണം ഇത് പ്രസന്റ് ടെൻസ് ആണ്. ഷീ ഈസ് നോട്ട് എന്തായി മാറും? ഷീ ഈസിൻറ്റ് എന്നായിട്ട് മാറും. ഷീ ഈസിൻറ്റ് ഏബിൾ ടു സിംഗ്. അപ്പോ കമന്റ് ബോക്സിൽ കണ്ടൊരു ചോദ്യം, ഇത് അൺഏബിൾ ടു ഉപയോഗിച്ച് പറയത്തില്ലേ എന്ന്. ഏബിൾ ടുവിന്റെ ഏബിളിന്റെ ഓപ്പോസിറ്റ് ആണ് എന്ത്? അല്ലെ, എന്തെങ്കിലും ഒരു കഴിവുണ്ടെന്ന് പറയാൻ നമ്മൾ ഏബിൾ ഉപയോഗിക്കുന്നു. എനിക്ക് കഴിവില്ല, അൺഏബിൾ, അതിന്റെ ഓപ്പോസിറ്റ് ആണ്. പറയാൻ കഴിയും. അപ്പൊ അവര് ചോദിച്ചത് എനിക്ക് തോന്നുന്നു എല്ലാത്തിന്റെയും കൂടെ അതായത് ബി ഏബിൾ ടു ഫുൾ പോസിറ്റീവിന്റെ കൂടെ നെഗറ്റീവ് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മൾ നേരത്തെ കനോട്ടിന്റെ കൂടെ അൺഏബിൾ ഉപയോഗിച്ചില്ല. ഇനി നമ്മൾ അൺഏബിൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും? അൺഏബിൾ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് സെന്റൻസ് ആണല്ലോ. അപ്പൊ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും? ഷീ ഈസ്, പിന്നെ നമുക്ക് നോട്ട് വേണ്ട, അൺഏബിൾ ടു സിംഗ് എന്ന് എഴുതാൻ പറ്റും. അതായത് അവൾക്ക് പാടാൻ കഴിയില്ല. ഷീ ഈസ് നോട്ട് അൺഏബിൾ ടു എന്നല്ല ഞാൻ എഴുതിയേക്കുന്നത്. എങ്ങനെയാണ് എഴുതിയേക്കുന്നത്? ഷീ ഈസ് അൺഏബിൾ ടു സിംഗ്. അവൾക്ക് പാടാൻ കഴിയില്ല. കാരണം ഏബിൾ എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്, അൺഏബിൾ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. അപ്പൊ ഏബിൾ പോസിറ്റീവ് ആയതുകൊണ്ട് അതിനെ നെഗറ്റീവ് ആക്കാൻ നമ്മൾ നോട്ട് കൊടുത്തു. അൺഏബിൾ നെഗറ്റീവ് ആയതുകൊണ്ട് പിന്നെ നമുക്ക് ഇനി നോട്ടിന്റെ ആവശ്യമില്ല. സോ ഷീ ഈസ് അൺഏബിൾ ടു സിംഗ് എന്ന് പറയുന്നതും ഷീ ഈസിൻറ്റ് ഏബിൾ ടു സിംഗ് എന്ന് പറയുന്നതും ഷീ കാണ്ട് സിംഗ് എന്ന് പറയുന്നതും എല്ലാം എന്താണ്? ഒരേ അർത്ഥമാണ്. വേറൊരു എക്സാമ്പിൾ ആണെങ്കിൽ ഐ ക്യാൻ ഗോ ദർ എന്ന് പറഞ്ഞാൽ എനിക്ക് അവിടെ പോകാൻ കഴിയും. ഐ കാണ്ട് ഗോ ദെയർ. എനിക്ക് അവിടെ പോകാൻ കഴിയില്ല. ഇനി നമുക്ക് എങ്ങനെ പറയാം? ഐ ആം നോട്ട് ഏബിൾ ടു ഗോ ദെയർ. എനിക്ക് അവിടെ പോകാൻ കഴിയില്ല. ഇനിയോ? ഐ ആം unable to go there. എനിക്ക് അവിടെ പോകാൻ കഴിയില്ല. അപ്പൊ ഐ ക്യാനിന്റെ കൂടെ നമ്മൾ ഉപയോഗിച്ചിട്ടില്ല.
എന്താണ് നമ്മൾ നെഗറ്റീവ് വന്നപ്പോഴാണ് അൺഎബിൾ. ഇപ്പോൾ ഐ ക്യാൻ എന്ന് പറയുന്നത് നമ്മൾ ഏബിൾ ടു മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. നെഗറ്റീവ് വന്നപ്പോൾ നമ്മൾ എന്ത് ഉപയോഗിച്ചു? അൺഎബിൾ ടു ഉപയോഗിച്ചു. ഇത് നിങ്ങൾ ഇത് ഈ ഒരു സെക്ഷൻ തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കോ എന്തെങ്കിലും ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഐ ക്യാൻ ഗോ ദർ, എനിക്ക് പോകാൻ കഴിയും. ഐ കാൺ ഗോ ദർ, പോകാൻ കഴിയില്ല. ഐ എം നോട്ട് ഏബിൾ ടു ഗോ ദർ, പോകാൻ കഴിയില്ല. ഐ ആം അൺഎബിൾ ടു ഗോ ദർ, എനിക്ക് പോകാൻ കഴിയില്ല. അപ്പോൾ എന്താണ്? അപ്പോൾ എങ്ങനെയാണ് നമ്മൾ അൺഎബിൾ ടു കനോട്ടിന്റെ കൂടെ എങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും? അതെന്താണ്? എങ്ങനെയാണ്? എഴുതിക്കോളൂ. ഈസ് പ്രസന്റ് ടെൻസിൽ ആം, ആർ പ്ലസ് അൺഎബിൾ ടു. ഈസ്, ആം, ആർ പ്ലസ് അൺഎബിൾ ടു ഈസ് ഈക്വൽ ടു എന്ത് തന്നെയാണ്? കനോട്ട്. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും നോട്ട് ഏബിൾ ടു, ഇതിനെല്ലാം സെയിം ആണ് ഇത്. ഇപ്പൊ നിങ്ങൾ ചോദിച്ച ആൾക്ക് മനസ്സിലായല്ലോ. നെഗറ്റീവ് സെന്റൻസിന്റെ കൂടെ നമുക്ക് അൺഎബിൾ ടു ഉപയോഗിക്കാൻ കഴിയും. അവൾക്ക് പാടാൻ കഴിയുമായിരുന്നില്ല. കഴിയുമായിരുന്നു എന്ന് പറയാൻ നമ്മൾ കുഡ് ആണ് ഉപയോഗിച്ചത്. അവൾക്ക് പാടാൻ കഴിയുമായിരുന്നില്ല എന്ന് പറയാൻ നമുക്ക് ഇനി എന്ത് ചെയ്യണം? ഷീ കഴിയുമായിരുന്നില്ല. ഷീ കുഡ് നോട്ട് സിംഗ് എന്നായി മാറും. അപ്പൊ കുഡ് നോട്ട് എന്തായി മാറും? ഷീ കുഡിന്റ് സിംഗ് എന്നായിട്ട് മാറും. അവൾക്ക് പാടാൻ കഴിയുമായിരുന്നില്ല. ഇത് നിങ്ങൾ ബി ഏബിൾ ടു എഴുതി ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ബുക്കിൽ പെട്ടെന്ന് എഴുതിക്കെ. ബി ഏബിൾ ടു എങ്ങനെ നിങ്ങൾ എഴുതിയത്? ഷീ വാസ് നോട്ട് ഏബിൾ ടു സിംഗ്, അവൾക്ക് പാടാൻ കഴിയുമായിരുന്നില്ല. വാസ് നോട്ട് എന്തായി മാറും? ഞാൻ ഇങ്ങനെ എഴുതി കാണിക്കുന്നത് നിങ്ങൾക്കത് മനസ്സിലാവാനാണ്. വാസിന്റ് എന്നായി മാറും. ഷീ വാസിന്റ് ഏബിൾ ടു സിംഗ്, അവൾക്ക് പാടാൻ കഴിയുമായിരുന്നില്ല. അപ്പോ ഏബിൾ, നമ്മളിപ്പോ ഏബിൾ ടു ഉപയോഗിച്ചിട്ടാണ് ചെയ്തത്. ബി ഏബിൾ. അൺഎബിൾ ടു ഉപയോഗിച്ച് നമുക്ക് ഈ സെന്റൻസ് എങ്ങനെ എഴുതാൻ കഴിയും? നിങ്ങൾ എഴുതിയോ? ഷീ വാസ് unable to sing. She was unable to sing. അപ്പൊ ഇതെല്ലാം എന്തേ ഒരു അർത്ഥമാണ്? ഷി കുഡിന്റ് സിംഗ് എന്ന് പറഞ്ഞാൽ അവൾക്ക് പാടാൻ കഴിയുമായിരുന്നില്ല. വാസിന്റ് ഏബിൾ ടു സിംഗ്, അവൾക്ക് പാടാൻ കഴിയുമായിരുന്നില്ല. ഷി വാസ് അൺഎബിൾ ടു സിംഗ്, പാടാൻ കഴിയുമായിരുന്നില്ല. എല്ലാം ഒരേ അർത്ഥം തന്നെയാണ്. ക്ലിയർ? ക്ലിയർ? അപ്പൊ ഇനി നിങ്ങൾ എഴുതൂ. നമുക്ക് വാസ്, വെയർ പ്ലസ് അൺഎബിൾ ടു ഇസ് ഈക്വൽ ടു എന്താണ്? കുഡ് നോട്ട്. ഈ കുഡിന്റെ ഒത്തിരി ഉപയോഗമുണ്ട്. ഈ ഒരു ഉപയോഗത്തിൽ മാത്രം ഓർത്ത് വെക്കുക കുഡിന്റെ. വാസ്, വെയർ പ്ലസ് അൺഎബിൾ ടു എന്ത് ഉപയോഗിക്കാം? കുഡിന്റിന് പകരം ഉപയോഗിക്കാം. അല്ലെങ്കിൽ വാസ്, വെയർ, ഏബിൾ ടുവിനും പകരം ഉപയോഗിക്കാം. ക്ലിയർ ആയല്ലോ? അപ്പൊ അൺഎബിൾ ടു എന്ന് പറയുന്നത് നമ്മൾ പോസിറ്റീവ് സെന്റൻസിന്റെ കൂടെ അല്ല ഉപയോഗിക്കുന്നത്. എന്താണ്? നെഗറ്റീവ് സെന്റൻസിന്റെ കൂടെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യും? ഷീ വാസ് നോട്ട് അൺഎബിൾ ടു എന്ന് പറയരുത്, തെറ്റാണ്. കാര്യം എന്താണ്? അൺഎബിൾ എന്ന് പറയുന്നത് തന്നെ നെഗറ്റീവ് ആണ്. അപ്പൊ ഇവിടെ വാസിന്റെ കൂടി വീണ്ടും ഒരു നോട്ടിന്റെ ആവശ്യമില്ല, തെറ്റാണ്. അപ്പൊ ഷീ വാസ് അൺഎബിൾ ടു സിംഗ്, അവൾക്ക് പാടാൻ കഴിയില്ലായിരുന്നു എന്ന് പറഞ്ഞാല് കഴിയുമായിരുന്നില്ല. പാസ്റ്റ് ടെൻസ് ആണ്. കുഡ് എന്ന് പറയുന്നത് പാസ്റ്റ് ആണ്. അപ്പൊ ക്ലിയർ ആയല്ലോ? ഇത് നമ്മുടെ കമന്റ് ബോക്സിൽ ഒരാൾ ചോദിച്ചൊരു ചോദ്യമാണ് കേട്ടോ. ഇതിന് പകരം നമുക്ക് അൺഎബിൾ ടു ഉപയോഗിക്കത്തില്ലേന്ന്. അൺഎബിൾ ടു ഉപയോഗിക്കാൻ ടൂവും കൂടിയുണ്ട്. ടു കഴിഞ്ഞാൽ V1 ആണ്. നമുക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്ന് മനസ്സിലായല്ലോ. കുഡിന്റിന്റെ കൂടെയും കനോട്ടിന്റെ കൂടെയും ഒക്കെ നമുക്ക് വാസ് അൺഎബിൾ ടു ഉപയോഗിക്കാൻ കഴിയും. അതല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ഉപയോഗിക്കണം? വാസ് നോട്ട് ഏബിൾ ടു ഉപയോഗിക്കണം. അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഒത്തിരി ഉപകാരപ്പെടുന്ന ഒരു ക്ലാസ് ആയിരുന്നു എന്ന് വിചാരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ വന്നപ്പോഴാണ് എനിക്കൊരു സംശയം. ഈ കുഡും വുഡും നിങ്ങൾക്ക് മാറിപ്പോകാനുള്ള സാധ്യത. ഏകദേശം ഇതിന്റെ ഒരു ഉപയോഗം സെയിം ആണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇപ്പൊ ഒരാൾ സംസാരിക്കുമ്പോൾ ഷി വാസ് അൺഎബിൾ ടു സിംഗ് എന്ന് പറഞ്ഞാലും ഷി വാസിന്റ് ഏബിൾ ടു സിംഗ് എന്ന് പറഞ്ഞാലും ഒരേപോലെയാണ്. അപ്പോ നിങ്ങൾ കഴിഞ്ഞ ഒരു ദിവസം ഞാൻ എടുത്ത വീഡിയോയിൽ വീണ്ടും ഒരു കമന്റ് ഞാൻ കണ്ടു.
ദേ ഡിഡിൻ കം ഇൻ ടു ദ കിച്ചൺ എന്ന് പറയണത് ഡിഡിൻ ദേ കം ഇൻ ടു ദ കിച്ചൺ എന്ന് പറയേണ്ടേ എന്ന്. അത് ഞാൻ പറഞ്ഞുല്ലോ, നമ്മൾ സംസാരിക്കുന്നത് എങ്ങനെയാണോ അങ്ങനെ ചിലപ്പോൾ നമ്മൾ ആ ഒരു സ്ലാങ്ങിൽ അങ്ങനെ സംസാരിക്കുമ്പോൾ മറ്റേയാൾക്ക് അത് ക്വസ്റ്റ്യൻ ആയി തോന്നും. അതായത് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ മലയാളമാണ് എങ്കിൽ പോലും നമ്മൾ സംസാരിക്കുമ്പോൾ സെന്റൻസുകളാണ് ചിലപ്പോൾ നമ്മുടെ മുഖഭാവം കൊണ്ട് നമ്മൾ ക്വസ്റ്റ്യൻ ആക്കി മാറ്റുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ നിങ്ങൾ ഒരിക്കലും ഈ സംസാരിക്കുമ്പോൾ ഗ്രാമറിൽ വളരെയധികം ഫോക്കസ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾ സംസാരിച്ച് ഗ്രാജുവലി അത് ഇമ്പ്രൂവ് ആയിക്കൊള്ളും. ആ ഗ്രാമർ തനിച്ച് ഇമ്പ്രൂവ് ആകും. അപ്പൊ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഈ ഗ്രാമർ ഫോക്കസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കരുത്. നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ഗ്രാമറിൽ വലിയൊരു മാറ്റം വരും കേട്ടോ. അപ്പൊ നിങ്ങൾ ഇനി അത് ശ്രദ്ധിക്കുക. അപ്പൊ നിങ്ങൾ കണ്ണേബിൾ ടു ഉപയോഗിക്കാനും പഠിച്ചല്ലോ. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്തൊരു ക്ലാസ് ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ ബൈ.